അല്ല ഡോക്ടർ സാറേ, രാവിലെ കൊണ്ടുപോയി റോസാപ്പ് ഗേൾഫ്രണ്ടിന് കൊടുത്തോ? അയ്യോ, എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. കുറെ നേരം ഞാൻ അവളുടെ മുറിയിൽ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് അവളുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് പോന്നു. പാർട്ടി എങ്ങനെയാ? കാണാൻ കൊള്ളാവോ? ആ, കാണാൻ കൊള്ളാം. നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ആളൊരു സെമി എക്സെൻട്രിക്കാ. അതൊക്കെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ ആയിരിക്കും. മാരേജ് കഴിയുമ്പോ മാറിക്കോളും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അവൾ എന്നെ പ്രേമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതൊട്ട് ചോദിച്ചിട്ടില്ല. ഓ, അപ്പൊ വൺ വേ ട്രാഫിക് ആണല്ലേ? ആ, മഞ്ജു എനിക്കൊരു സഹായം ചെയ്യണം. ആ കുട്ടിയെ കണ്ട് സംസാരിച്ചിട്ട് അവളുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞിട്ട് വരാമോ? അതിനെനിക്ക് ആ കുട്ടിയെ അറിയില്ലല്ലോ. എന്റെ ബെഡ്റൂമിൽ, ഐ മീൻ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ ബെഡ്റൂമിൽ അവളുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതിന്റെ മുമ്പിൽ ഞാൻ റോസാപ്പ് വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ആളെ മനസ്സിലാവും. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. എങ്ങനെ നോക്കുന്നത്? മഞ്ജു, മഞ്ജുവിനോട് എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്. അതിന് കൃത്യമായൊരു ആൻസർ കിട്ടണം. യെസ് ആയാലും നോ ആയാലും. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മഞ്ജുവിനും മിണ്ടാത്തത്? ഞാൻ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ആന്റി പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. മഞ്ജു ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരുടെ മനസ്സിനെയും കീഴടക്കി. മമ്മി ഒഴിച്ച്. മഞ്ജു വിചാരിച്ചാൽ മമ്മിയും പോക്കറ്റിലാക്കാൻ കഴിയും. അയ്യോ സോറി ആന്റി, എവിടെയെങ്കിലും പുറത്തു പോകാൻ ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കാൻ എനിക്കറിയാം. എന്നാലും എന്താ ആന്റി, ഞാൻ പറയുമ്പോ ആന്റി മണിയടിക്കാനാണെന്ന് വിചാരിക്കരുത്. ഐ എം വെരി ഫ്രാങ്ക്. വിശേഷങ്ങളൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ വേഗം ചോദിക്കും. എനിക്ക് അല്പം തിരക്കുണ്ട്. ആന്റി, ആന്റിക്ക് തിരക്കുണ്ടെങ്കിൽ പോയി വന്നിട്ടായാലും മതി. എന്താണെങ്കിലും വേഗം പറയൂ. ഇത്രയും വലിയ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ഇത്ര ഭംഗിയായി നോക്കിക്കൊണ്ടുപോകാൻ ആന്റിയെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? അതായത് ആന്റിക്ക് അങ്കിളുടെ കാര്യം നോക്കണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം, എല്ലാവരും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം പോയിട്ട് ഫിലിം സെൻസറിങ്ങിനും പോകണം. ഇതിനൊക്കെയുള്ള എനർജി ആന്റിക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു? ഞാൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ടാ. എന്റെ മണിയുടെ ഫലിച്ചില്ലല്ലോ. മതി മോളെ പറിച്ചത്. നീ ഇങ്ങനെ പറിച്ചു പറിച്ച് എന്റെ തല മുട്ടയാക്കും. എനിക്കിങ്ങനെ ആരുടെങ്കിലും നരച്ചുമുടി പറിക്കുന്നതേ എന്തൊരു ഇഷ്ടമാണെന്നോ. ഓ, അപ്പൊ നീ എനിക്ക് വയസ്സായി എന്ന് പറയുക അല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. വീട്ടിൽ ഡാഡിയുടെ മുടി പറിക്കാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. ഓ, നരച്ച മുടി പറിക്കാൻ നിന്റെ ഡാഡിക്ക് മുടി ഉണ്ടായിട്ട് വേണ്ടേ? ആ, അത് തന്നെ. ഡാഡിയുടെ തലയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഗുഡ് നൈറ്റ്. അത് ശരിയാ.
പത്മാവതി, എന്താ മഞ്ജു നല്ല മിടുക്കിയല്ലേ? എന്താ ഇങ്ങനെ തോന്നാൻ? അല്ല, അവളെ നമ്മുടെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? അവനിങ്ങനെ പറഞ്ഞു. ഇല്ലില്ല, അവളെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിനെ ഫാഷൻ പീരീഡിന് അയക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലോ. അടക്കോ ഒതുക്കോ ഒരു പെണ്ണിനാണ് ഇവിടെ ആവശ്യം. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. യൂസ്ലെസ്. വാരോ? വാര എന്താ കഴിക്കുന്നത്? ചിക്കനോ? താൻ ആള് കൊള്ളാമല്ലോ. താനല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ മത്സ്യമാംസം വെക്കത്തില്ലെന്ന്? എന്നിട്ട് താൻ എന്താ കഴിക്കുന്നേ? ഞാൻ ആന്റിയോടും ചോദിക്കട്ടെ. എന്റെ പൊന്നു, ചതിക്കരുത്. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. അല്ല, ഇതെന്താ വെന്തിയോ? ഇതാരുടെ? എന്റെ. സത്യം പറയണോ, താനാരാ? പറയാ, ഞാൻ ഭാര്യരല്ല, സത്യക്രിസ്ത്യാനിയാ. പേര് വക്കച്ചൻ, വീട് നരണം. ക്രിസ്ത്യാനിക്ക് എങ്ങനെ നായർ വീട്ടിൽ ജോലി കിട്ടും? ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പകല് വെന്തിങ്ങ ഊരി വെച്ച് പൂണൂലിടും. രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ പൂണൂൽ ഊരി വെച്ച് വെന്തിങ്ങ ഇടും. പിള്ളകുട്ടി പരാധീനക്കാരനാണ്. കുഞ്ഞെന്റെ ഭാര്യയുടെ ഉദ്യോഗം വാരിക്കളയരുത്. ശരി, വക്കച്ചിന് ഭാര്യയായി തന്നെ വാഴ്ത്താം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുഞ്ഞ് പറയണ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതൊക്കെ കേൾക്കും. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതിന്റെ ഒരു പങ്ക് എന്റെ റൂമിൽ കൂടി ദിവസം എത്തിക്കണം. എത്തിച്ചോളാം. ശരി, കഴിച്ചോളൂ. കുഞ്ഞെ, എന്താടോ? എന്റെ ചിക്കനും വെന്തിങ്ങും കൊച്ചമ്മ അറിയരുതേ. ഇല്ല. ഹലോ, കണ്ണൂരിൽ നിന്ന് ട്രങ്കോളോ? കണക്ട് ചെയ്യൂ. ഹലോ, ആരാ? ആ ചേട്ടനാണോ? എന്താ ജയദേവന്റെ വിവാഹം ഈ 15-ന് ഫിക്സ് ചെയ്തിരുന്നോ? വെരി ഗുഡ്. ഇല്ല, അദ്ദേഹത്തിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സുഖമില്ലായിരിക്കല്ലേ? പിള്ളേരെല്ലാരും വരുന്നുണ്ട്. തലേ ദിവസം തന്നെ അയക്കാം. എന്താ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. എന്നാ വെക്കട്ടെ. ശരി. കണ്ണൂരിൽ നിന്ന് ചേട്ടനാ. ഈ 15-ാം തീയതി ജയദേവന്റെ വിവാഹമാണെന്ന്. അവൻ കുറെ നാളായാലും പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ആരൊക്കെയാ മമ്മി പോകുന്നത്? ഡാഡി ഞാനും വരുന്നില്ല. നിങ്ങൾ എല്ലാവരും പോയാ മതി. അപ്പോ മമ്മി വരുന്നില്ലേ? ഇല്ല, ഡാഡിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാനെങ്കിലും ഇവിടെ വേണ്ടേ? പിന്നെ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കണം. വെക്കേഷൻ ടൈമാ, റഷ് കാണും. ശരി. നിങ്ങളെല്ലാം എവിടേക്കാ? ഫാക്ടറിയിലേക്ക്. നിങ്ങൾ ഫാക്ടറിയിലേക്കാണോ? അല്ല, അകത്തേക്ക് പൊയ്ക്കോളൂ. ഞങ്ങൾ സുരേഷ്, വൈകുന്നേരം വരുമ്പോ കഴിഞ്ഞ മാസത്തെ ഓഫീസ് അക്കൗണ്ട്സ് എല്ലാം ഒന്ന് കൊണ്ടുവരണം. എനിക്കൊന്ന് വെരിഫൈ ചെയ്യാനാ. അല്ല മമ്മി, ഇന്ന് തന്നെ കൊണ്ട് കാണിക്കണം. വേണം. അതോടെ ഊണ് വെളിയിൽ തന്നെ. May I come in, sir? Yes, come in. മഞ്ജു, ശ്രീദേവി ഇവിടെ ഇല്ല, അപ്പുറത്താണ്. ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ഞാനൊരു കാര്യം പറഞ്ഞാ അത് സ്തുതിഗീതമായി ചേട്ടന് തോന്നരുത്. ഇല്ല, ഈ വീട്ടിൽ ചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും ഫൂൾസ് ആണ്. അത് കറക്റ്റ്. ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയോ? April 1st, അതായത് വിഡ്ഢികളുടെ ദിവസം. എല്ലാവരും ഫൂളാക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം ഒപ്പിക്കുന്നുണ്ട്. ചേട്ടനോട് മാത്രം പറയാം.
നാളെ ടെറസിൽ ഈ വീട്ടിലെ എല്ലാവരും വരും. അവര് ഫൂളാകുന്ന കാണാൻ ചേട്ടൻ ആരെ അറിയിക്കാതെ ടെറസിൽ വരണം. രാവിലെ കൃത്യം 10 മണിക്ക്. ഇങ്ങനെ ഓരോരോ വിധികൾ. നാളത്തെ ദിവസം അറിയാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടാവും? അവരൊക്കെ എന്റെ ബ്രദേഴ്സായിട്ടൊന്നും ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാളെ കൃത്യം 10 മണിക്ക്. ഓക്കെ, 10 മണിക്ക്. നാളെ രാവിലെ 10 മണിക്ക്. ഇവനൊക്കെ അനുഭവിക്കുന്ന എനിക്കൊന്ന് കാണണം. പിന്നെ അപ്പോ എല്ലാരും വരുമോ? ഉം. അവരെല്ലാരും ഫൂൾസ് ആവുന്ന എനിക്കൊന്ന് കാണണം. പക്ഷെ മഞ്ജു, മമ്മി അറിഞ്ഞാൽ? അതിന് ആന്റി നാളെ ഓഫീസിൽ പോകും. അടുത്ത റിലീസ് ചെയ്യാനുള്ള 2-3 പടങ്ങളുടെ സെൻസറിങ്ങിന് പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ രാജേട്ട നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ഓക്കെ? ഓക്കെ. ഇല്ലില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ പറഞ്ഞ രവി വിശ്വസിക്കില്ലെന്ന്. എന്നാലും പറയാമെന്ന് കരുതി. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ. ഈ വീട്ടിൽ ഇത്ര ഇന്റലിജന്റും ഹാൻഡ്സം ആയിട്ടുള്ള ഒരാൾ രവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വനയിൽ വീണുപോയത്. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് എല്ലാവരും ടെറസിൽ വരും. വരുമല്ലോ? തീർച്ചയായും. ചേടാ, എന്റെ മക്കളെല്ലാം ഇത്രയും മണ്ടന്മാരായി പോയല്ലോ. ഞാൻ ഇവരെ ഇത്രയും കാശ് ഒഴിവാക്കി പഠിപ്പിച്ചിട്ട് എന്തുവാ പ്രയോജനം? ഒരു ശക്കലും കോമൺ സെൻസ് ഇല്ലാതായി പോയല്ലോ. അങ്കിൾ, ഞാൻ പറഞ്ഞതുപോലെ നാളെ 10 മണിക്ക് എത്തണം. ചേച്ചി, കാര്യമൊക്കെ കൊള്ളാം. മമ്മി അറിഞ്ഞാൽ സ്ഥിതി എന്താണെന്ന് അറിയാല്ലേ. അവസാനം ചേച്ചിയും കൂടെ കാല് മാറി കഴിഞ്ഞാൽ പിന്നെ എന്റെ അഡ്രസ് പോലും കാണൂല. ഒന്നും സംഭവിക്കില്ല. ഡാൻസ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൂടി നിൽക്കുന്നത്. നിന്റെ ഒരു ഡാൻസ് എന്നെ മമ്മൂട്ടിയായി തരാന്ന് പറഞ്ഞ ഒരു കാര്യം അറിഞ്ഞില്ല. രണ്ടുപേരുടെ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ നാളത്തെ കാര്യം ഒരു കുഞ്ഞു പോലെ അറിഞ്ഞു പോരുത്. ചേച്ചേ, ആരെയും കാണുന്നില്ലല്ലോ. കരുതോളൊന്നും എത്തിയിട്ടില്ലെന്നാ തോന്നുന്നത്. ആ, വരട്ടെ. ഡാഡി, നീയായിരുന്നു? ഞാൻ കാലത്തെ ഒരല്പ കാറ്റുവെള്ളം വന്നാ. രാവിലെ ഇത്തിരി കാറ്റുള്ളത് നല്ലതാ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങനെ. എന്താ രണ്ടുപേരും ഇവിടെ? നീ ഇവിടെ ഇപ്പൊ എന്തിനു വന്നു? ഞാൻ കുറെ ദിവസം ടെറസിന്റെ മുകളിലേക്ക് ഒന്ന് വന്നിട്ട് ചുമ്മാ ഇവിടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്താണ് പതിവില്ലാതെ നമ്മുടെ വീട്ടിലൊരു ചിരിയും കളിയും ഒക്കെ? എടാ കഴുതകളെ, നീയൊക്കെ ഇത്ര മണ്ടന്മാരായി പോയല്ലോടാ. ആ മഞ്ജു നിങ്ങളെ ഏപ്രിൽ ഫൂളാക്കിയതാ. അയ്യോ ഡാഡി, മഞ്ജു എന്നോട് പറഞ്ഞതാ നിങ്ങളെയൊക്കെ ഏപ്രിൽ ഫുൾ ആക്കാൻ ടെറസിൽ വരുത്തുന്നു. എന്നോടും പറഞ്ഞതാ. അയ്യോ ഡാഡി, എന്റെ അടുത്തും പറഞ്ഞു. ഓഹോ, അവള് നമ്മളെല്ലാം ഫൂളാക്കിയതാണെന്നാ തോന്നുന്നത്. ഏതായാലും നമ്മൾ ഫൂളായ ഒരു അവൾ അറിയുന്നതിനുണ്ട്. നമുക്ക് വേഗം സ്ഥലം വിടണ്ട. പത്മാവതി, നീ ഒന്ന് സമാധാനപ്പെട്. നമ്മുടെ മക്കൾ ചിരിച്ച് സന്തോഷമായി കഴിയുന്നത് നിനക്കിഷ്ടമല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഈ വീടിനെ ഒരു ഹോട്ടലോ നൃത്തശാലയോ ആക്കി മാറ്റാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതും ആയിക്കോട്ടെ. നിങ്ങളുടെ ചിട്ടകളും ശീലങ്ങളും നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പത്മാവതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുവരെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാം നടന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. ഇന്നുവരെ ഈ വീടിനെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവുമായിരുന്നു.